ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായിരിക്കും കോടതിയുടെ തീരുമാനം, ചീഫ് ജസ്റ്റിസ് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും എത്തുക എന്നൊക്കെ ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ ഉന്നാവോ ബലാത്സംഗ കേസിൽ CBIയുടെ അപ്പീലും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എപ്പോഴായിരിക്കും കോടതി ഇതൊക്കെ പരിഗണിക്കുക? വെരി ഗുഡ് മോർണിംഗ് അമൃത. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഏറെ നിർണായകമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ ഹർജികൾ വരുന്നു എന്നുള്ളത്. അവസാനമായി 2020 ഫെബ്രുവരിയിലായിരുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. വിഷയം 9-അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നിലവിൽ 9-അംഗ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഈ ഹർജികൾ ഉള്ളത് എങ്കിൽ പോലും അന്ന് 2019 രൂപീകരിച്ച 9-അംഗ വിശാല ബെഞ്ചിൽ അവശേഷിക്കുന്ന ഏക അംഗം നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയ വിശാല ബെഞ്ചിന്റെ കാര്യത്തിലുള്ള തീരുമാനമാണ് ഇന്ന് പ്രധാനമായും സുപ്രീം കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന തീയതിയും കോടതി ഇന്ന് അറിയിക്കും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുന്നത്. ചീഫ് ജസ്റ്റിസ് കോടതിയിൽ 44-ാമത്തെ ഇനമായാണ് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളാണ് ഇന്ന് ശബരിമല യുവതീ പ്രവേശനത്തോടൊപ്പം സുപ്രീം കോടതി തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് ഉന്നാവോ ബലാത്സംഗ കേസിൽ CBIയുടെ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തന്നെയാണ് ഈ അപ്പീലും പരിഗണിക്കുന്നത്. BJPയുടെ മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിന് എതിരെയാണ് ഈ അപ്പീൽ. കഴിഞ്ഞ തവണ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. അപ്പീലിൽ കുൽദീപ് സിംഗ് സെൻഗാർ നൽകിയ മറുപടി സത്യവാങ്മൂലവും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നുണ്ട്. കേസിൽ അതിജീവിതയ്ക്ക് സൗജന്യ നിയമസഹായം ഉറപ്പാക്കാനും സുപ്രീം കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചിരുന്നു. അമൃത, ശരി. ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാട് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.